ചെറിയൊരു ഇടവേളക്കൊടുവിൽ കൊണ്ടോട്ടിക്കാരൻ ഇതാ കാഴ്ചവെക്കണേ ഉരുളിയിൽ വരട്ടി കുറുക്കിയെടുത്ത കോയിന്റെ സിമ്പിൾ ആൻഡ് ഹംബിളായിട്ട് ഉരുളി വെച്ച് വെളിച്ചെണ്ണയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഇടിച്ച് ചതച്ചിട്ട് ചെറുള്ളി വല്യുള്ളി ഉപ്പും കൂട്ടി ഒന്ന് മയക്കി ഉറക്കിയെടുക്കണം. അതിക്ക് 2 പച്ചമുളക് കീറിയിട്ടാണ്ട് ഒരു തക്കാളിയും കൂടി കീറിയിട്ടാണ്ട് അതും കൂടി ഒന്ന് മയങ്ങി തുടങ്ങിയാൽ പിന്നെ പൊടി പാറി മഞ്ഞപ്പൊടിയും വേരുള്ള മുളകും പൊടിയും ചെറുമട്ടത്തിൽ ഇതാ വലിയ ജീരകവും കുറച്ച് ഉലുവയും പിന്നെ പെരയെ പൊടിച്ചെന്നെ ഗരം മസാലയും മല്ലിപ്പൊടി ഇട്ടാണ്ട് മസാലിന്റെ കുത്തലങ്ങോട്ട് പോയാൽ ഒരല്ലി കരിയപ്പിന്റെ പാകിയാണ്ട് കോയിന്റെ കരളായ കണ്ടങ്ങൾ വിതറി അതുക്കും മേലെ ഇതാ കുരുമുളകിന്റെ പൊടി വിതറി നല്ല എരുവിന്റെ പാകം അങ്ങോട്ട് ക്രമീകരിച്ചു. കരൾ കണ്ടങ്ങൾ ഒന്ന് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിന്റെ 2ാം ഘട്ട ക്രമീകരണം കൂടി നടത്തിയാൽ ആഫ്റ്റർ ദാറ്റ് മൂടി വെച്ച് ഫുൾ തളയിൽ 2 തളയോടുകൂടി ഇതാ നമ്മളെ ലിവർ ഏകദേശം വെന്തുണ്ടാവും. നമ്മൾ കൂട്ടിപ്പിടിക്കുന്ന ഐറ്റങ്ങൾ നോക്കിയിട്ട് മൂടി തുറന്നാണ്ട് ചെറിയ തീയിൽ ഇങ്ങനെ വറ്റിച്ച് ആറ്റി കുറുക്കിയെടുത്താൽ ലിവർ റോസ്റ്റ് റെഡി ആട്ടോ. ക്ലൈമാക്സിൽ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂക്കി ഒരല്ലി കരിയപ്പിന്റെയും കൂടി വിതറിയാലുണ്ടല്ലോ നമ്മളെ സാധനം റെഡി ആട്ടോ. ഇനി തീയൊക്കെ ഓഫ് ആക്കിയാണ്ട് മൂടി വെച്ച് കുറച്ചേരം അങ്ങനെ വെച്ചാൽ ഒരു കുറുകി ഇങ്ങോട്ട് വരാം. പിന്നെ നമ്മളെ സിമ്പിൾ ആൻഡ് ഹംബിൾ കോഴിപ്പാട്സ് റെഡി ആട്ടോ ഫ്രം കൊണ്ടോട്ടിക്കാരൻ.